ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡ് ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളായിരുന്നു. ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ താരങ്ങൾക്കിടയിൽ ഒരു ഈഗോ പ്രശ്നം ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് പുതിയ പരിശീലകനായിക്കൊണ്ട് ഹൊസെ മൊറീഞ്ഞോയെ കൊണ്ടുവന്നത്. ഏതായാലും ഹൊസെ മൊറീഞ്ഞോ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഡ്രസ്സിംഗ് റൂമിനകത്തും ടീമിനകത്തും ഇപ്പോൾ വലിയ ഡിസിപ്ലിൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചില കർശന നിയമങ്ങൾ മൊറീഞ്ഞോ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമമായ AS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്നാമത്തേത്, താരങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. അതായത് ക്ലബിൻ്റെ ന്യൂട്രീഷനിസ്റ്റ് പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അനുമതി മാത്രമാണ് താരങ്ങൾക്കുള്ളത്. തോന്നുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു ഫ്രീഡം ഇല്ല. ഇനി രണ്ടാമത്തേത്, ട്രെയിനിങ് ആരംഭിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപെങ്കിലും താരങ്ങൾ എല്ലാവരും നിർബന്ധമായും ട്രെയിനിങ് ഗ്രൗണ്ടിൽ അഥവാ വാൽഡെബബാസിൽ എത്തിച്ചേരണം. ആരെങ്കിലും ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണിഷ്മെന്റ് ഏറ്റുവാങ്ങേണ്ടി വരും. മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നാണ് AS പറഞ്ഞിട്ടുള്ളത്. ഇനി വൈകി വരുന്നവർക്കുള്ള ശിക്ഷ എന്തെന്നാൽ തനിച്ചുള്ള പരിശീലനമാണ്. ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ അവരെ അനുവദിക്കില്ല. തനിച്ച് ട്രെയിനിങ് കൂടുതൽ നേരം നടത്തേണ്ടി വരും. അടുത്തത്, പരിക്കിൻ്റെ പിടിയിലുള്ള താരങ്ങൾ തങ്ങളുടെ റിക്കവറി പ്രോസസ്സുകൾ വാൽഡെബബാസിൽ രാവിലെയും ഉച്ചക്കുമായി പൂർത്തിയാക്കണം. അഞ്ചാമത്തേത്, ഉച്ചഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കണം എന്നാണ് മൊറീഞ്ഞോയുടെ നിർദ്ദേശം. താരങ്ങളും കോച്ചിങ് സ്റ്റാഫുകളും ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വരിക. അതിൽ നിന്നും മാറാൻ ആർക്കും അനുമതി ഉണ്ടാവില്ല. അതായത് റയലിനകത്ത് കൂടുതൽ ഉയർന്ന ഒരു നിലവാരം, കൂടുതൽ ഉയർന്ന ഒരു അച്ചടക്കം കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് മൊറീഞ്ഞോ ഇത്തരം കർശന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ലംഘിക്കുന്നവർക്ക് കടുത്ത പണിഷ്മെന്റ് നേരിടേണ്ടി വരുമെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.